റുമ്പ് കറുത്താലോ? हरि हरि बोल। ओम नमो भगवते वासुदेवाय।
വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ഓം അജ്ഞാനതിമിരാന്തസ്യ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം തഥാ യേ സ്വപദാഞ്ജലിം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംസ്യ ശ്രീരൂപം സാഗരജാതം സകലരഘുനാഥാനിധം തം സജീവം സാദരം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദായ ഗണലളിതാ ശ്രീവിശാഖാനദാംസ്യ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി സത്യദേശധാരിണേ. ജയ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവത്ഗീതായഥാരൂപം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് എനിക്ക് ഈ ഒരു സേവ തന്ന ശിക്ഷാഗുരുവായ അനിത്തമ പ്രഭുവിനും സുസ്മിത മാതാജിക്കും കണ്ണമുള്ളർ പിന്നെന്താ എല്ലാ ശിക്ഷാഗുരുക്കന്മാരെയും ദീക്ഷാഗുരുവിനും ഒക്കെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അവർക്കൊക്കെ അനുഗ്രഹം ഉണ്ടായാൽ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായാൽ മാത്രമാണ് ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ സ്റ്റാൻഡുണ്ട് മാതാജിയുടെ വല്ല സ്റ്റാൻഡുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് ഒന്നാമത്തെ അധ്യായം ഭഗവത്ഗീത ഒന്നാമത്തെ അധ്യായത്തിന്റെ സംക്ഷിപ്താണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വരാത്തവരും തോന്നുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ വന്നവരാരൊക്കെയാ? ഞാൻ വന്നിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? ഭഗവത്ഗീതയുടെ മഹാത്മ്യൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അല്ലേ? പിന്നെ 700 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. എത്രണ്ണാണ് ഭഗവാൻ പറഞ്ഞത്? അർജുനന് എത്രണ്ണം പറഞ്ഞു ശ്ലോകങ്ങള് അല്ലേ? ഭഗവാൻ എത്ര പറഞ്ഞത്? 574. അർജുനന് എത്ര പറഞ്ഞത്? 100 സംതിങ് വരില്ലേ? അർജുനൻ എത്ര പറഞ്ഞത്? 84. സഞ്ജയൻ 41. പിന്നെ ധൃതരാഷ്ട്രം 1. ശ്ലോകം. നമുക്ക് ഇതിന്റെ അധ്യായബന്ധം നോക്കുകയാണെങ്കിൽ സംക്ഷിപ്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ അധ്യായത്തില് എന്താണ്? കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണമാണ് പറയുന്നത്. അപ്പൊ ആ യുദ്ധത്തിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാല്ലേ? യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടുള്ളത് പാണ്ഡവരും കൗരവരൊക്കെ യുദ്ധക്കളത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ആത്യന്തികമായിട്ട് ഭഗവാന്റെ ഒരു ഇച്ഛ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവത്ഗീത എന്നുള്ള മഹത് ഗ്രന്ഥം ബദ്ധജീവാത്മാക്കളായ നമുക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ ഭഗവാൻ പറഞ്ഞ്
കഴിഞ്ഞിട്ടുള്ളത് നഷ്ടപ്രായമായപ്പോൾ വീണ്ടും അർജുനനിലൂടെ അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ നാടകം അവിടെ അരങ്ങേറിയിട്ടുള്ളത്. അപ്പൊ മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന ആ വലിയ യുദ്ധക്കളത്തിലത്തെ അവസ്ഥ അവിടുത്തെ ഒരു സൈന്യ നിരീക്ഷണമാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ സൈന്യ നിരീക്ഷണത്തില് നമുക്ക് ആദ്യം ആരോട് പറയുന്നു? എല്ലാവരും ആക്റ്റീവായിരുന്നാലേ രസമുണ്ടോ? ആദ്യം ധൃതരാഷ്ട്ര സഞ്ജയൻ ആരാണ്? സഞ്ജയന് എങ്ങനെയാണ് അതൊക്കെ ഹസ്തിനപുരത്തിലത്തെ കാര്യങ്ങളൊക്കെ ഹസ്തിനപുരത്ത് ഇരുന്നിട്ട് യുദ്ധക്കളത്തിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? 84 അവിടെ ഒരു ചക്ഷു കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ചക്ഷു കൊടുത്തിട്ടുണ്ട്. വ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് സഞ്ജയൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ സഞ്ജയന് ആ ഒരു പ്രത്യേക കഴിവ് കിട്ടിയത് കൊണ്ടാണ് ഹസ്തിനപുരത്തിൽ നിന്നിട്ട് ധൃതരാഷ്ട്രയോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുന്നത് കേട്ടോ. സഞ്ജയ് 40 ശ്ലോകം 41 ശ്ലോകം. അർജുനൻ 84, ധൃതരാഷ്ട്രം 1. പിന്നെ എവിടെയാണ് ഈ യുദ്ധക്കളം നടക്കുന്നത്? യുദ്ധക്കളം എവിടെയാണ്? കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ധാമാണ്. കുരുക്ഷേത്ര ധർമ്മഭൂമിയാണ്, ധാമാണത്. അപ്പൊ ആ ധർമ്മഭൂമി എന്ന് പറയുമ്പോ ഒരുപാട് പൂജകള്, യജ്ഞങ്ങള്, ഹോമങ്ങള്, ദേവന്മാരൊക്കെ വന്ന് യാഗം നടത്തിയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ധർമ്മഭൂമി ആയതുകൊണ്ട് ധർമ്മമാണ് വിജയിക്കുക. അപ്പൊ ആ ഒരു ഭയം ഉണ്ട് ആർക്ക്? ധൃതരാഷ്ട്രർക്ക്. ധർമ്മഭൂമിയിലെ ധർമ്മമാണ് വിജയിക്കുക. തന്റെ മക്കളൊക്കെ ധർമ്മത്തിന്റെ പാതയിലൂടെ അല്ല എന്നുള്ളത് ധൃതരാഷ്ട്രർക്ക് അറിയാം. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഏകദേശം കുറച്ച് ദിവസമായിട്ട് എന്താണ് അവിടെ നടന്നെന്നുള്ളത് ചോദിക്കുന്നു കേട്ടോ. ആദ്യത്തെ ഒന്നാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവസേവ കിമപൂർവത സഞ്ജയ. അവിടുത്തെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ മാമക, എന്റെ, ഈ എന്റെ ഞാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ അവിടെ എന്റെ എന്ന് പറയുമ്പോ അവിടെ നമ്മുടെ പാണ്ഡവസേവ, പാണ്ഡവരെ വേറെ ആയിട്ടാണ് കാണുന്നത്. കുരു വംശത്തിലാണ് ഇവരെല്ലാവരും. പക്ഷെ അവിടെ ആ വംശം തന്നെ അവർക്ക് ഇല്ലാണ്ടാക്കി. പാണ്ഡവർക്ക് എന്തില്ലാണ്ടാക്കി? അവരുടെ വംശ പാരമ്പര്യം തന്നെ ഇല്ലാണ്ടാക്കിയ. അതാണ് മാമക, എന്റെ. പാണ്ഡവര് വേറെയാണെന്നുള്ളത് ഇതിലാണ്. അപ്പൊ എന്റെ എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം ധൃതരാഷ്ട്രയുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെ. തന്റെ മക്കളോടുള്ള അമിതമായ ആസക്തി, തന്റെ മക്കൾ മാത്രം വിജയിക്കണം, തന്റെ മക്കൾക്ക് മാത്രം എല്ലാ അധികാരങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും മക്കൾക്ക് മാത്രം എന്നുള്ളത്. അപ്പൊ തന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മക്കളാണ് പാണ്ഡവര് അല്ലെ. അവർക്ക് നഷ്ടപ്പെടുത്തി എന്ത്? കുരുവംശം, അതുപോലെ എല്ലാ അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിന്റെയും മക്കൾ. ധൃതരാഷ്ട്രന്റെ മനോഭാവം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം തന്റെ മക്കളെ മാത്രം കൗരവർ എന്ന് അവകാശപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. പാണ്ഡുവിന്റെ മക്കൾക്ക് വംശപാരമ്പര്യം നിഷേധിക്കുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് 1ഉം 2ഉം അതേപോലെ 1ഉം 3ഉം ഇനി നമ്മുടെ ദുര്യോധനൻ യുദ്ധക്കളത്തിലത്തെ സൈന്യ നിരീക്ഷണമാണ്. അപ്പൊ 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എന്താണ്? ഭഗവത്ഗീത ഉപദേശത്തിന്റെ ഈ 1-ാമത്തെ അധ്യായത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നെ ഭഗവത്ഗീത വരുന്നത് അല്ലെ. ഗീത സന്ദേശം വരുന്നതിന്റെ ആദ്യത്തെ ഈ 1-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ഗീതോപദേശം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് എന്ത്?
ഒന്നാമത്തെ അധ്യായം. അതിന്റെ ആ ബേസിക് ശരിക്കും എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് എങ്ങനെയാണ് ആ ഗീത ഉപദേശം അർജുനന് കൊടുക്കാനുള്ള സാഹചര്യം കറക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്നാമത്തെ അധ്യായത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് അറിയണം അല്ലേ നമ്മള്. അപ്പൊ 1ഉം 2ഉം അതേപോലെ 1-ലും 3ഉം 3-ലെന്താണ് നമ്മുടെ പാണ്ഡു സൈന്യത്തിന് നിരീക്ഷണാണ്. ഇവിടെ ധൃതരാഷ്ട്ര പുത്രനായിട്ടുള്ള ദുര്യോധനൻ എന്താണ് ചെയ്യുന്നത്? ദ്രോണരെ സമീപിക്കുന്നത് കാണാം നമുക്ക്. ആദ്യം ദ്രോണരെ സമീപിക്കും. ദ്രോണരെ സമീപിച്ചപ്പോ എന്തുകൊണ്ടാണ് ദ്രോണരെ സമീപിക്കുന്നത്? ദുര്യോധനനെ പാണ്ഡവ സൈന്യം കണ്ടപ്പോ തന്നെ ഒരു ഭയം ഒരു ഭയം വന്നു. അപ്പൊ ദ്രോണരെ പ്രശംസിക്കുന്നുണ്ട് നമുക്ക് കാണാം. അതൊക്കെ നമ്മുടെ ദുര്യോധനന്റെ ഒരു നയതന്ത്രം, രാഷ്ട്രീയ നയതന്ത്രമാണ് അവിടെ കാണുന്നത്. ആദ്യം ദ്രോണരോട് പറയുന്നുണ്ട് തന്റെ സൈന്യത്തിനാണ് പ്രഗത്ഭത. അതേപോലെ അവിടെ ദുഷ്ടദുമ്നനാണ് നയിക്കുന്നത്. ദുഷ്ടദുമ്നൻ ആരാണെന്ന് അറിയില്ലേ? അങ്ങയുടെ ശിഷ്യൻ തന്നെ അങ്ങയുടെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെയല്ലേ അങ്ങ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് യുദ്ധക്കളത്തില്. പിന്നെ ദുര്യോധന ഒരു പ്രതീക്ഷ എന്ന് വെച്ചാല് ആ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ദ്രോണരും ഭീഷ്മരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് വീണ്ടും എന്നാലും ആ പാണ്ഡവ സൈന്യം കണ്ടപ്പോ എന്തെന്നില്ലാത്ത തന്റെ സൈന്യം ഏറ്റവും കൂടുതല് നാരായണ സേന മുഴുവനും ഉണ്ട്. പക്ഷെ എന്താണ് അതാണ് പറയുന്നത്, ഈ ഭയവും അഹങ്കാരവും എപ്പോഴാണ് ഉണ്ടാവുക? ഭൗതിക നേതൃത്വഭാവം ഉണ്ടായാലും എത്ര ഭൗതികതയില് ഉയർന്ന സ്ഥാനത്തായാലും എന്തുണ്ടാവും? ഭയവും അഹങ്കാരം ഇതൊക്കെ കൂടെ ഉണ്ടാവും. നല്ല ഭയം ഉണ്ടാവും, ഒപ്പം അഹങ്കാരം ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കാനുള്ള ആ മനസ്സിന് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് കയ്യിന്ന് പോകുന്നുള്ള പേടി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 13 വരെ യുദ്ധക്കളത്തിലത്തെ എത്തിയിട്ടുള്ളവരെ പരിചയപ്പെടുത്തുന്നാര്? നമ്മുടെ ദുര്യോധനൻ ട്ടോ. പിന്നെ 14 തൊട്ടിട്ട് 20 വരെ പാണ്ഡവരുടെ വിജയ ചിഹ്നങ്ങളെ സൂചിപ്പിക്കുന്നത്. വിജയ ചിഹ്നങ്ങള് 13 തൊട്ടിട്ട് 14 തൊട്ടിട്ട് 20 വരെ എന്തൊക്കെയാണ് വിജയ ചിഹ്നങ്ങളായിട്ടുള്ളത്? വെള്ള കുതിരകളെ കൂട്ടിയ വൻ തേരിൽ നിന്നുകൊണ്ട് തന്റെ ദിവ്യ ശംഖങ്ങൾ മുഴുകി. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മ മഹാശംഖം ഭീമകർമ്മ പ്രബോധര. ഓരോരുത്തരുടെ ശംഖുകളുടെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. അതാണ് ഭീഷ്മന്റെ ശ്രീകൃഷ്ണന്റെ ശംഖ് എന്താണ്? പാഞ്ചജന്യം. അർജുനന്റെ ദേവദത്തൻ ധനഞ്ജയ പൗണ്ഡ്ര ഭീമന്റെ. അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ശംഖുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെന്താണ് എല്ലാവരുടെ ശംഖുകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളക്കുതിര ആരാണ് കൊടുത്തത്? വെള്ളക്കുതിര ചിത്രരഥൻ, ഗന്ധർവനാണ്. ചിത്രരഥനാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രരഥനാണ് വെള്ളക്കുതിരകള്, തേരിലുള്ള ആ വെള്ളക്കുതിരകളെ അർജുനന് കൊടുത്തത്. പിന്നെ രഥം അർജുനന് കൊടുത്തത് അഗ്നിദേവൻ. പിന്നെ ശംഖ് ഇന്ദ്രൻ. പിന്നെ തേരാളിയായിട്ടുള്ളത് ആരാണെന്ന് അറിയാലോ അല്ലെ? ഭഗവാൻ. പിന്നെ പൗണ്ഡ്രം ഭീമന് നാഗലോകത്ത് നിന്നാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് ലക്ഷ്മി ദേവി അല്ലെ. എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ടാവും. പിന്നെ ആ കൊടിക്കൂറയുടെ സാന്നിധ്യം ഇതൊക്കെ എന്താണ് കാണിക്കുന്നത്? വിജയം ഇവരുടെ കൂടെ തന്നെയാണ് എന്നുള്ളത് അല്ലെ. കൊടിയില് ഹനുമാനുണ്ട്. പിന്നെ 1 തൊട്ട് 12 വരെ ഭീഷ്മന്റെ ശംഖധ്വനി. ദുര്യോധനെ ഉത്സാഹിപ്പിക്കാൻ ഭീഷ്മര് ശംഖ് ഊതുന്നുണ്ട്. ഭീഷ്മർക്ക് അറിയാം, ഭീഷ്മരുടെ മനസ്സുകൊണ്ട് ഭീഷ്മരെ പാണ്ഡവർക്ക് വിജയം ഉണ്ടാവും എന്ന് അറിയാം. എന്തുകൊണ്ടാണ്? കൂടെ ആരാണുള്ളത്? ഭഗവാനുണ്ട്. അപ്പൊ ദൈവ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ
ആ വിധി അവിടെ എന്തായാലും വിജയിക്കുമെന്ന് അറിയാം. പക്ഷെ നമ്മുടെ ദുര്യോധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗംഭീരായിട്ട് ശംഖ് വിളിക്കുന്നുണ്ട്. പക്ഷെ ആ ശംഖിനൊന്നും സിംഹഗർജനം പോലെ നല്ല സൗണ്ടിൽ തന്നെയാണ് ഗർജന ആ ശംഖൂതിയത്. പക്ഷെ ഇവരുടെ ശംഖുകൾക്കാണ്, പാണ്ഡവരുടെ ശംഖൂതിനാണ് എന്ത് പറയുന്നത്, ദിവ്യമായിട്ടുള്ള ശംഖ്. ആ ദിവ്യ ശംഖൂതിയപ്പോ എന്താണ് ഉണ്ടായത്? ദുര്യോധനാദി കൗരവരുടെ പിളർന്നു. അത്രയും ദിവ്യ ശംഖുകളുടെ മഹാത്മ്യം പ്രത്യേകം അതിന് എടുത്തു പറയുന്നുണ്ട് അല്ലെ. 1 തൊട്ട് 12 വരെ ശംഖിന്റെ ധ്വനിയാണ് പറയുന്നത് കേട്ടോ. 1 തൊട്ട് 14, 1-ലെ 14ഉം 15ഉം പിന്നെ എന്താണ് നമ്മൾ വായിച്ചു, പാണ്ഡവരുടെ ശംഖ്. പിന്നെ 1 തൊട്ട് 20നെ കുറിച്ച് പറയാം. 1 തൊട്ട് 20ഉം 23ഉം. അതാണ് തേരിലെ ഹനുമാൻ കൊടിയുള്ളത് കൊണ്ടും, അതേപോലെ അല്ലയോ രാജാവേ, പിന്നെ പാണ്ഡുപുത്രനായ അർജുനൻ ഹനുമാൻ കൊടിയടയാളമുള്ള തേരിൽ ഇരുന്നു കൊണ്ട് വില്ലെടുത്ത് ശരങ്ങൾക്കുമേൽ ശരങ്ങൾ ഉതിർക്കാൻ തയ്യാറായി. മറുവശത്ത് അണിനിരുന്നു നിന്ന കൗരവ സൈന്യത്തെ നോക്കി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. ഇനി എന്താണ് നമ്മുടെ അർജുനന്റെ സൈന്യ നിരീക്ഷണമാണ് കാണാൻ പോകുന്നത്. ദുര്യോധനന്റെ കഴിഞ്ഞു. ഇനി അർജുനൻ പറയണ എന്താണ്, സേനയോ രൂപയോർ മധ്യ രഥം സ്ഥാപയമേ അച്യുത. നല്ല ഉത്സാഹത്തോടു കൂടിയിട്ടാണ് അർജുനൻ വന്നിട്ടുള്ളത്. അപ്പൊ നല്ല കോൺഫിഡൻസ് ആയിട്ട് കൃഷ്ണ വേഗം എന്റെ സൈന്യത്തിന്റെ നടുവിൽ കൊണ്ടുപോയി നിർത്തൂ എന്നാണ് പറയുന്നത്. അപ്പൊ അച്യുത എന്നാണ് വിളിക്കുന്നത് കേട്ടാ. അച്യുത എന്ന് പറഞ്ഞാൽ എന്താ? ചുതിയില്ലാത്തവൻ, നാശമില്ലാത്തവൻ. ആരൊക്കെയാണ് അവിടെ യുദ്ധകാംക്ഷികളായിട്ട് വന്നിട്ടുള്ളവരൊന്നും ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ഉത്സാഹത്തോടു കൂടി വന്ന് നിൽക്കണം കേട്ടോ. സേനയുടെ മധ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അത് നല്ല രസമല്ലേ ആ സന്ദർഭം ആലോചിക്കുമ്പോ. അപ്പൊ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭീഷ്മരെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഭീഷ്മരുടെ ആദ്യത്തെ പേരൊക്കെ അറിയാലോ അല്ലെ? ആർക്കും അറിയില്ല, ഒക്കെ പറഞ്ഞോ. സമയം വളരെ കുറവാണ്. 12 വരെ ടൈമുണ്ട്. ആയതുകൊണ്ട് ചുരുക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ ഭീഷ്മാചാര്യ സാധാരണ വ്യക്തിയല്ല അല്ലെ. ഭീഷ്മാചാര്യ ആദ്യത്തെ പേര് ദേവവ്രതൻ എന്നായിരുന്നു. ഗംഗാപുത്രനാണ്. ശന്തനു മഹാരാജാവിന് ഗംഗയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ്. പിന്നെ എന്താണ്, അഷ്ടവസുക്കളിൽ ഒരാളാണ്. അപ്പൊ ആ ഒരു അഷ്ടവസുക്കൾക്ക് ശാപം കിട്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അവർക്ക് മനുഷ്യന്റെ ഇതില് പറക്കണം എന്നുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ജനിച്ചിടുമ്പോ പോകും എന്നുള്ള ഒരു അനുഗ്രഹം കൊടുത്തു. നന്ദി എന്ന് പറഞ്ഞ പശുവിനെ നിന്ന് അവര് കട്ടുകൊണ്ടുവരാൻ വന്നപ്പോഴാണ് ആ വശിഷ്ഠമുനി ശപിച്ചിട്ടാണ് അഷ്ടവസ്തുക്കളിലെ ബാക്കി എല്ലാവർക്കും എന്താണ് ശാപമോഷം എന്ന് പറയുന്ന പോലെ എന്താണ് കിട്ടിയത്, അവർക്ക് ജനിച്ചിടുമ്പോ പോവാ. പക്ഷെ ഇതിന് പ്രേരണ കൊടുത്തത്, ആ നന്ദീനെ കട്ടുകൊണ്ടുവരണം എന്നുള്ള പ്രേരണ കൊടുത്തത് ഭീഷ്മചാരാണ്. അപ്പൊ ആൾക്ക് കുറച്ചു കാലം കൂടയില് ഭൂമിയില് വസിക്കാനുള്ള ആ ഒരു ശാപം ആണ് കിട്ടിയത്. അപ്പൊ അതിന് നിയോഗിച്ചു ആരെ? അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞ സാധാരണ ആൾക്കാരൊന്നല്ല. അപ്പൊ ദേവലോകത്തിൽ നിന്ന് ഗംഗാദേവിയുടെ മകനായിട്ട് തന്നെ പിറക്കണം എന്നുള്ളതൊക്കെ ഒക്കെ നിയോഗമാണ്. അതിനൊക്കെ ഒരു ഉപാധിയായിട്ടാണ് കൂടെ ശന്തനു മഹാരാജാവിന് ഗംഗയില് എന്താണ് ആഗ്രഹം വന്ന് അങ്ങനെ ഗംഗാദേവി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിനെ ചോദ്യം ചെയ്യരുതെന്ന്. അങ്ങനെ എല്ലാ മക്കളെയും ജനിച്ചിടുമ്പോ കൊല്ലണതാണ് കാണുന്നത്. അവസാനം ശന്തനു മഹാരാജാവിന് സഹിക്കാൻ പറ്റണില്ല. സഹിക്കാൻ പറ്റാതെ എത്രയും 7 മക്കളും പോയി, 7 അവസാനം ചോദിക്കണേ എന്ത് പണിയാ നീ ചെയ്യണ്, ഇങ്ങനെ മക്കളെ ജനിച്ചിടുമ്പോ കൊല്ലണത്, അപ്പൊ അത് കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഗംഗാദേവി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ശന്തനു മഹാരാജാവിന് ആകെ കുറ്റബോധമായി. പിന്നെ പറഞ്ഞു, ഞാൻ ദേവലോകത്ത് ഈ കുട്ടീനെ കൊണ്ടുപോവാണ്, എല്ലാ ശിക്ഷകളും, അതായത് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യക്ഷത്രത്തിലാണല്ലോ, അപ്പൊ എല്ലാതും പഠിപ്പിച്ചിട്ട് സമയമാകുമ്പോ ഞാൻ തിരിച്ചെത്തിക്കാന്നുള്ളത്. അങ്ങനെ ഇവിടെ ഭീഷ്മാചാര്യ ദേവലോകത്തൊക്കെ നിന്നിട്ടാണ് എല്ലാതും പഠിച്ചിട്ടുള്ളത്.
എത്ര ദിവസം എത്ര 10,000-കണക്കിന് ആൾക്കാരെ ഒക്കെ കൊല്ലാനും ഭീഷ്മരെ നേരെ ഒരാള് നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും ശക്തിമാനാണ്. അതുകൊണ്ടാണ് അംബാലിക അവരൊക്കെ ആ ഒരു രാജസദസ്സിൽ പോയിട്ട് അവരെ കൊണ്ടുവരാനൊക്കെ ഉള്ള ആർക്കും എതിർക്കാൻ പറ്റില്ല. അത്രയും ഓജസ്സും ശക്തിയും എല്ലാം ഉണ്ട്. ദേവലോകത്തെ ദേവപുത്രനല്ലേ ഗംഗാദേവിനെ അറിയാമല്ലോ, പവിത്രീകരിക്കുന്ന ആളാണ്, അതിന്റെ മകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കിട്ടുന്നത്, അങ്ങനെ അത്രയും എല്ലാതും പഠിച്ചു, യുദ്ധത്തിലത്തെ എല്ലാ തന്ത്രങ്ങളും എല്ലാം പഠിച്ചിട്ട് വന്ന് ശന്തനു മഹാരാജാവ് മകനെ തന്നെയാണ് ഇനി അടുത്ത രാജാവാക്കാന്നുള്ളതിൽ നിന്നത്. അപ്പൊ പിന്നെ ഗംഗാദേവി പോയി, പിന്നെ ഇനി ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ആരെ സത്യവതിനെ നടന്നത് അല്ലെ. സത്യവതിയില് അനുരാഗം വരികയാണ്. പക്ഷെ സത്യവതിയുടെ അച്ഛനെ സമീപിച്ചപ്പോ എന്താണ് പറഞ്ഞത്, തന്റെ മകളിലുണ്ടാകുന്ന ആദ്യത്തെ മകൻ രാജാവായിട്ട് വന്നു. അപ്പൊ ശന്തനു മഹാരാജാവിന് സഹിക്കാൻ പറ്റില്ല, സ്വന്തം മകൻ ഇവിടെ മൂത്തതുണ്ടല്ലോ ഭീഷ്മര്. അപ്പൊ ആ കല്യാണം നടക്കില്ല, ആഗ്രഹം വെടിയാണ് നല്ലതെന്ന് തോന്നി. പക്ഷെ ഭീഷ്മാചാര്യ ഇത് അറിയണം. അപ്പോഴാണ് തന്റെ അച്ഛന്റെ ആഗ്രഹം നടത്തിച്ചു കൊടുക്കണം എന്നുള്ളതില് ആ സത്യവതിയുടെ അച്ഛനെ പോയിട്ട് കാണുന്നു. അപ്പൊ അച്ഛൻ തന്നെ പറഞ്ഞത് എന്റെ മകളിൽ ഉണ്ടാകുന്ന മകനായിരിക്കണം ആദ്യത്തെ രാജാവായിട്ട് പറഞ്ഞത്. അപ്പൊ ശരിയെന്ന് പറയണം. അങ്ങനെ ശരിയെന്ന് പറഞ്ഞില്ല, നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ മക്കളല്ലേ അതിന് അവകാശം വരും. അപ്പോഴാണ് ഭീഷ്മര് ശപഥം ചെയ്യുന്നത്, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഞാനിനി ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആ വലിയൊരു ശപഥല്ലേ ചെയ്തിരുന്നത്. അതാണ് അവിടെ നിന്നാണ് ഭീഷ്മർ എന്നുള്ള പേര് അതിന് ശേഷമാണ് വന്നത്. ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഉഗ്രവ്രതം എടുത്തിട്ടുള്ള ആള്. ഉഗ്രവ്രതം തന്നെയാണ് അല്ലെ, ജീവിതകാലം മുഴുവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഇരിക്കാനുള്ള ആ ഉഗ്രവ്രതം എടുത്തോടു കൂടിയിട്ട് അച്ഛൻ എന്ത് ചെയ്തു, എപ്പോഴാണ് സ്വച്ഛന്ത മൃത്യു എന്നുള്ള വരം ശന്തനു മഹാരാജാവാണ് കൊടുക്കുന്നത്. മനസ്സിലായ, എപ്പോഴാ നീ ഇച്ഛിക്കുന്നത് അപ്പോഴാണ് നിനക്ക് മരണം ഉണ്ടാവും. അങ്ങനെയാണ് ഭീഷ്മരെ കുറിച്ചിട്ടുള്ള ചെറിയൊരു, മനസ്സിലായോ. പിന്നെ നമുക്കറിയാം, ചെറിയതായിട്ടാലും എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പാണ്ഡവരുടെയും കൗരവരുടെയും ധൃതരാഷ്ട്രനും പാണ്ഡവരുടെയും പിതാവ് ആരാണ്? വ്യാസദേവൻ. വ്യാസദേവൻ. അതെല്ലാവർക്കും ഡൗട്ടാണ് കേട്ടത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ടെങ്കിലും മറന്നിരുന്നു കേട്ടോ. പിന്നെ നമ്മള് അർജുനൻ വന്നത് വരെ പറഞ്ഞു കേട്ടോ മദന, സേനയുടെ അടുത്ത് അർജുനൻ വന്നവരെ പറഞ്ഞു. പിന്നെ നമ്മൾ കടന്നു മധ്യല്ലേ വന്നു നിന്നു. അപ്പൊ അർജുനൻ സൈന്യങ്ങളെ കാണാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നമ്മുടെ 1:20 1:23 പറയുന്നുണ്ട്, വന്നിടുമ്പോ പിന്നെ എന്താണ് തന്റെ കാണുന്നത് എന്താണ്, ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെയാണ് കാണുന്നത്. അവിടെ തൊട്ടിട്ട് 1:21 തൊട്ടിട്ട് നമ്മുടെ അർജുനന്റെ ശരീരം കറയ്ക്കാൻ തുടങ്ങി, ഭയം വന്നു. അപ്പൊ എന്താണ് അതിന് കാരണം? അർജുനനെ ഭയം വരാനുള്ള കാരണം എന്താ? വിറയല്, ഭയം, ശരീര ലക്ഷണങ്ങളൊക്കെ തുടങ്ങി, വിഷാദം ഇവരൊക്കെ കണ്ടപ്പോ അപ്പൊ അവിടെ മഹാവീരനാണല്ലേ, വില്ലാളി വീരനാണ്. തനിക്ക് എതിരായിട്ട് വന്നുള്ള എല്ലാവരും തോൽപ്പിച്ചിട്ട് മഹാദേവനെ വരെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. ആ സമയത്താണ് ഇവിടെ വന്നിട്ടുള്ള. അത്രയും ഗാന്ധീവം ഉണ്ടെന്നുള്ള അതും എല്ലാം കൊണ്ടും അർജുനന് തോൽവി എന്ന് പറയുന്നത് ഇല്ല. ഇവിടെ എത്തിയപ്പോ എന്താണ് സംഭവിച്ചത്? സ്വന്തം ബന്ധുക്കള് അല്ലേ. ഇത് അർജുനനെ വെച്ച് നമ്മളും നമ്മളെ ഭാഗത്തും നോക്കണം കേട്ടാ. നമ്മുടെ പ്രശ്നം ആഫ്രിക്കയിലുള്ള അമേരിക്കയിലുള്ളവരെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചിട്ടല്ലല്ലോ പ്രശ്നം. നമ്മുടെ ബന്ധുക്കള്, സുഹൃത്തുക്കള് അല്ലേ, ഗുരുജനങ്ങള്, അയൽപക്കക്കാര്, ഇതൊക്കെ ഇങ്ങനെയാണ് പ്രശ്നങ്ങള് അല്ലേ. അല്ലാണ്ട് വേറെ എവിടെയുള്ളവരൊന്നും അല്ല നമ്മുടെയും പ്രശ്നം. അർജുനനും അത് തന്നെയാണ് ഉണ്ടായത്. സ്വന്തം ആൾക്കാരെ കണ്ടപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്.
എല്ലാ പഠിച്ചതും വിദ്യയും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ചോർന്നു തുടങ്ങി അവരെ കണ്ടപ്പോ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. നമുക്ക് 1:30 എന്താണ് പറയുന്നത്, എനിക്കിപ്പോ ഉറച്ചു നിൽക്കാൻ കൂടി സാധിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു, മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. അല്ലയോ കൃഷ്ണ കേശവ, കൃഷ്ണ കേശവ, ദൗർഭാഗ്യ ലക്ഷണങ്ങളാണ് ഞാൻ എമ്പാടും കാണുന്നത്. തന്നെ വിളിച്ചു പോകൂല ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോ. എന്താ നിങ്ങള പരിഹാരം എന്താ കൃഷ്ണ? കേശവാന്ന് വിളിക്കുന്നുണ്ട്, പിന്നെ കൃഷ്ണന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ തുടങ്ങുകയാണ്. അർജുനൻ സൈന്യങ്ങളെ നിരീക്ഷിച്ചപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ നമ്മുടെ ദുര്യോധന് യാതൊരു കുഴപ്പമില്ല. ദുര്യോധനൻ എല്ലാവരും നല്ല മോട്ടിവേഷൻ കൊടുത്ത് നന്നായിട്ട് നിൽക്കുന്നു. പക്ഷെ അർജുനൻ ആകെ ഇതായി. അപ്പൊ അതെന്താണ് ഇതിൽ പറയണത്? ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഈ കാരുണ്യന്നുള്ളതൊക്കെ അല്ലെ. കാരുണ്യം വരിക. ഗാന്ധി 1:30 ഗാന്ധീപം വീഴുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണാബോധം ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉണ്ടായത്? അർജുനന് കൃഷ്ണാബോധം വന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ ശക്തിയൊക്കെ ചോർന്നു തുടങ്ങിയത്. പിന്നെ 1:31 കഴിഞ്ഞു. 1:31 വിജയം വേണ്ടെന്ന് വെക്കാണ് അർജുനൻ. രാജ്യം, സുഖം, വിജയം ഒന്നും വേണ്ട എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതപ്പോ എന്താണ്, എനിക്കൊന്നും വേണ്ട, ഞാൻ സന്യാസത്തിന് പോവുകയാണ്. അപ്പൊ അത് അത് വിരക്തി വന്നിട്ടുള്ളതല്ല, എനിക്ക് മതിയായിട്ടല്ല, വിവൃത്തികേടുകൊണ്ട് പോവുകയാണ്. ഒരു ആത്മീയ യാത്രയല്ല അത്, മനസ്സിലാവും. അതൊരു ആത്മീയ യാത്ര എന്ന് പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയാ, ആ വൈകാരികമായിട്ടുള്ള അവസ്ഥ എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള വികാരങ്ങളാണ് അതില്. അല്ലാണ്ട് ആത്മീയ എല്ലാം ഉണ്ടായിട്ട് നമ്മുടെ ഭരത മഹാരാജാവ് ചെയ്ത പോലെ അല്ല. ഭരത മഹാരാജാവിന് എല്ലാം അനുകൂലമായിട്ട് എല്ലാം റെഡിയായിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ചു പോണത്. ഇവിടെ ഇവര് പോണുണ്ട്, എല്ലാം ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയ സമയത്താണ് പോണത്. പക്ഷെ ഈ സന്ദർഭം എങ്ങനെയാണ്? ഈ സന്ദർഭത്തില് ഇവിടെ ആകെ തളർന്നു. യുദ്ധം ചെയ്യാൻ പറ്റണേ ഇല്ല, സ്വന്തം ബന്ധുജനങ്ങളോട് പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. ആ ഒരു അവസ്ഥയിലാണ് ഇട്ടെറിഞ്ഞ് പോണത് എന്ന് പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകുന്നത് എന്താണ് പറയാ, ആൾക്കാർക്ക് കളിയാക്കാനേ ഇടവരുത്തുള്ളൂ. അതിന്റെ ഇടയിൽ എന്തേലും ഭക്തിയുടെ ചെറിയതായിട്ട് പിടിച്ചിട്ടുണ്ടാവുള്ളൂ, മുഴുവനൊന്നും സറണ്ടർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നിട്ട് ആൾക്കാരെ കൊണ്ട് വെറുതെ പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറെ പേര് ചെയ്യും. അങ്ങനെയുള്ള ഒളിച്ചോട്ടത്തിനുള്ളതല്ല ഭക്തി. അതിനാണ് ഇവിടെ ഭഗവാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ. നീ യുദ്ധാണ്, നിന്റെ സ്വധർമ്മമാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അത് അതിനുള്ള പക്വത ആയിട്ടില്ല. അർജുനനെ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. അതിന് മുന്നേ ഇട്ടെറിഞ്ഞ് പോവുകയാണ്. അതൊക്കെയാണ് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കണം. നമുക്ക് നമ്മുടെ അർജുനന്റെ വിഷാദങ്ങൾ പലതരത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിന്ന് ആള് പിന്തിരിയാനുള്ള കാരണങ്ങൾ, കുറച്ച് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ് 36, 39 36 എല്ലാത്തിലും എന്താണ്, പിന്നെ അവിടെ അങ്ങോട്ട് കാരണങ്ങളാണ്. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന അർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരാർത്ഥായ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധരിപ്പിക്കുന്നു. ഹേ ഗോവിന്ദ, നമുക്ക് 32, 33, 34, 35 ഒരുമിച്ചുള്ള ശ്ലോകമാണ് കേട്ടോ. ആ ശ്ലോകത്തിലത്തെ നമുക്കൊന്ന് നോക്കാം. ഹേ ഗോവിന്ദ, രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ടും തന്നെ ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ആർക്കു വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വസ്ഥം പ്രാണൻ കൂടിയും ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന, ഗുരുജനങ്ങൾ, പിതാമഹന്മാർ, മക്കൾ, അമ്മാവന്മാർ, ശിഷ്യകൻ, ശ്യാലൻ തുടങ്ങിയ ബന്ധുക്കളാണിങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ എന്തിനാ അവരെ കൊല്ലണം? അവരെ വധിക്കുകയിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വന്നാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിന് വേണ്ടി അവരെ കൊല്ലാനാവുക? ജനാർദ്ദന, ദാഷ്ടന്മാരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്?
അപ്പൊ ഇവരൊക്കെ ഇല്ലാണ്ടായാല് സുഖം ഉണ്ടാവില്ല എന്നുള്ളത് അർജുനന് അല്ലേ. ആ പിന്നെ ത്രൈലോക്യം മുഴുവൻ സ്വർഗലോകം മുഴുവൻ തന്നെ കൊണ്ടു വെച്ചാലും ഇവരില്ലാണ്ട് എനിക്ക് സുഖം വേണ്ട, രാജ്യം വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്കാണ് എവിടേക്ക് പോയി അർജുനന്റെ ചിന്താഗതിയില്. പിന്നെ അടുത്ത കാരണം എന്താണ്? ഇവരെ കൊന്നാല് ഞങ്ങൾക്ക് പാപമായിരിക്കും നേട്ടം. സ്വന്തം ബന്ധുക്കളെ കൊന്നിട്ട് എന്തു നേടാനാണ്? ഞങ്ങൾക്ക് എങ്ങനെ സുഖിക്കാൻ കഴിയും? അപ്പൊ കാരണങ്ങളാണ്, യുദ്ധത്തിൽ നിന്ന് ഒഴിയാനുള്ള കാരണങ്ങൾ ഇവിടെ അർജുനൻ പറയുന്നുണ്ട്. ജനാർദ്ദന, ലോപാവേശം കൊണ്ട് ഇവർ ബന്ധുഹിംസയിലും സുഹൃത്തുക്കളോട് വെറുതുന്നതിലും ദോഷം കാണുന്നില്ലെങ്കിലും പുരുഷത്തിൽ നിന്നുണ്ടാകുന്ന ആപത്തുകളെ കുറിച്ചുള്ള ആ പാപകർമ്മങ്ങളിൽ എന്തിനെ വ്യാപൃതരാവണം. അപ്പൊ കുലക്ഷയം സംഭവിക്കും, പാപം ഉണ്ടാവും, നരകത്തിലേക്ക് പോവും. ഇങ്ങനെയുള്ള കാരണങ്ങൾ അർജുനൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ്? കുടുംബനാശം, ധർമ്മനാശം. അർജുനൻ സാമൂഹ്യ ചിന്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെ. പലതരത്തിലുള്ള ധാർമ്മിക വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കുലക്ഷയം, ഈ യുദ്ധത്തില് പങ്കെടുത്തിട്ടുള്ള ആണുങ്ങളാവില്ലെല്ലാതും. അവരൊക്കെ കുടുംബത്തിൽ നിന്ന് ഇല്ലാണ്ടായാല് സ്ത്രീകള് പിന്നെന്താണ് വഴിപിഴയ്ക്കും. കുടുംബനാഥനില്ലെങ്കിൽ പിന്നെ സ്ത്രീകള് വഴിപിഴച്ചാല് പിന്നെന്താണ് ഉണ്ടാവുന്നത്? വർഗസങ്കരണമായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ അതാണ് കുലക്ഷയം സംഭവിക്കില്ലേന്ന് ഇവിടെ യുദ്ധക്കളത്തിൽ വന്നു നിന്നിട്ട് പറയുന്നത്. കുലക്ഷയൊക്കെ സംഭവിക്കില്ലേ? ആ സ്ത്രീകളൊക്കെ തെറ്റായ മാർഗത്തിലൂടെ പോയ കുട്ടികളുടെ ഇതൊക്കെ പറയുമ്പോ ശരിയെന്ന് തോന്നും. എല്ലാതും ശരിയെന്ന് അർജുനൻ പറയണത് കറക്റ്റ്. എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ കൊന്ന സ്വന്തം ഗുരുജനങ്ങളെ കൊന്നാല് പാപല്ലേ? അപ്പൊ അർജുനന്റെ ഭാഗത്തൊക്കെ ക്ലിയർ ആണല്ലേ. അപ്പൊ അങ്ങനെ അർജുനൻ പിതൃക്കൾക്ക് ഇവരൊക്കെ വർഗസംഘടന വന്നാല് പിതൃക്കൾക്ക് എന്താണ് ആ പിതൃ കർമ്മങ്ങൾ ചെയ്യില്ലേ നമ്മള്? പിണ്ടക്രിയ ചെയ്യാൻ ആരും ഇല്ലാണ്ടാവില്ലേ? അപ്പൊ ഈ യുദ്ധം വേണ്ടാന്ന് അപ്പൊ എന്തിനാണ് കറക്റ്റ് എല്ലാ കാര്യങ്ങളും യുദ്ധം വെക്കാനുള്ള കാരണങ്ങൾ യുദ്ധം വേണ്ടാന്ന് പറയുന്നുട്ടാ. കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ വിഷ്ണു കുലത്തിൽ പിറന്നവനെ സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ആവശ്യമില്ലാത്ത ജനവർദ്ധനമുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾക്കും കളഞ്ഞു കുറിച്ചവർക്കും ജീവിതം നരകതുല്യമാകും. അപ്പൊ ഇവിടെ അർജുനൻ സ്വന്തം ധർമ്മം എന്താണ്? ക്ഷത്രിയ ധർമ്മം. അത് മറന്നുപോയി. ക്ഷത്രിയ ധർമ്മ അതാണ് ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ത്രായത അല്ലെ, രക്ഷിക്കാനുള്ളതാണ്. ഒരാള് എന്താണ് തെറ്റായ ഇതിലേക്ക് പോകുമ്പോ അതിൽ നിന്ന് അവര് രക്ഷിക്കാനുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ക്ഷത്രിയ ധർമ്മം ഇവിടെ അർജുനൻ മറന്നുപോയി. പിന്നെന്താണ്? കൃഷ്ണൻ ഇതേവരെ എത്തിച്ചത് അവരെ ഏത് സാഹചര്യം ഇനി ഇവിടുന്ന് പോയ അർജുനന് എവിടെ നിൽക്കാനേ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതേപോലെ നിർണായകമായ ഘട്ടത്തില് നമ്മളും എത്തിപ്പെടും. ഭൗതികമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടില്ല. 40, 41, 46 വരെയാണ് ഈ ശ്ലോകം ഉള്ളത്. നാം ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത് രാജ്യം നേടി സുഖിക്കാൻ വേണ്ടി സ്വജനങ്ങളെ കൊല്ലുവാനാണോ? സ്വന്തം ജനങ്ങളെ കൊല്ലുവാനാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുള്ളത്, പുറപ്പെട്ടിട്ടുള്ളത്. പുറപ്പെടുന്നതും അപ്പോഴും അറിയാം അർജുനനെ. പക്ഷെ ഇവിടെ കുഞ്ഞിലെത്തിയപ്പോഴ അവസ്ഥ ഒന്ന് നോക്കി നോക്കൂ. വല്ലാത്തൊരവസ്ഥയാണ് അർജുനൻ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നില് നമ്മൾ നോക്കുമ്പോ ഇനി എന്താണ് അവസാനം? അവസാനം എന്തുണ്ടായി? അർജുനൻ ഇരുന്നു. ആയുധമില്ലാതെ മരിച്ചാലും കുഴപ്പമില്ല. ആയുധമൊക്കെ ഉപേക്ഷിച്ച് ഇനി അവരിങ്ങനെ തെരഞ്ഞു കൊന്നാലും വേണ്ടിയില്ല. ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല, വിഷാദത്തിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തി. ഗാന്ധീവമൊക്കെ വെച്ചു എവിടെ ഇരുന്ന് പേരിലിരുന്നു. ഇതിന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്?
എന്താണ് ഈ അർജുനന്റെ വിഷാദം? നമ്മുടെ കണ്ണിന് കറക്റ്റ് എല്ലാം ശരിയാണ്. നമ്മൾ ചിന്തിക്കുമ്പോ എന്താണ് ഇങ്ങനെയുള്ള ആ ഒരു അങ്കലാപ്പ് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി? ശരിക്കും ഞാൻ ആരാണെന്നുള്ളത് മറന്നുപോയിട്ടുള്ള പ്രവർത്തനമാണ് അർജുനന്റെ ധർമ്മം മറന്നുപോയി. പിന്നെ എന്താണ് ഇങ്ങനെ ഉത്കണ്ഠ ആകുലതകളും വരാനുള്ള കാരണം എന്താ? അർജുനന് സ്വാർത്ഥത, ഭൗതിക സ്വാർത്ഥതയുണ്ട്. അതാണ് കാരണം. വെച്ച് കഴിഞ്ഞാൽ ആള് ഇഷ്ടംപോലെ യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ. സ്വന്തം ബന്ധുക്കളെ കൊല്ലാനാണ് ആൾക്ക് പ്രോബ്ലം ഉള്ളൂ. അല്ലാത്തവർ എത്ര പേര് കൊന്നുണ്ട് അർജുന്. അപ്പൊ സ്വന്തം ജനങ്ങളോടുള്ള ആ മമതയാണ് സാധാരണ ഒരു മനുഷ്യന്റെ സ്വഭാവമായി ആ സമയത്ത്. അപ്പൊ നമ്മള് ആ ഒരു തലത്തിലാണ് നമ്മളും ഇതേപോലെ പല പല കാരണങ്ങളും പറഞ്ഞിട്ട് നമ്മളും ഉത്കണ്ഠ, ഭയം ഇല്ലേ? കൂടെ അർജുനന് ഉത്കണ്ഠ വന്നു, ഭയം വന്നു. വേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാനുള്ള ബുദ്ധി നശിച്ചു അല്ലെ? ആ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്രയും തോൽപ്പിക്കാനുള്ള എല്ലാ ഊർജം കിട്ടുന്ന ആളാണ്, എല്ലാ ശക്തി. അതാണ് പ്രത്യേകം പറഞ്ഞത്. ഓരോന്നും സാധാരണ ആൾക്കാർ കൊടുത്തിട്ടുള്ളതല്ല. അഗ്നിദേവനും വരുണനും എല്ലാം കൊടുത്ത് തേരിലിരിക്കുന്നതും ഭഗവാൻ. ഇതൊക്കെ ഉണ്ടായിട്ടും അർജുനന് എന്ത് സംഭവിച്ചു? ഭയം, വിറയല്, താൻ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യകളും മറന്നു. ഒന്നും വേണ്ടാന്ന് വെക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ തലത്തിൽ നിന്നിട്ട് ചിന്തിച്ചു നോക്കൂ. എന്താണ് ഈ ഉത്കണ്ഠയ്ക്ക് ഇതിനൊക്കെ ഉള്ള കാരണം? ഒരാൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട്, ഭയത്തിലാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കുള്ള കാരണം? ആഗ്രഹങ്ങളാണ്. സ്വന്തമായ ആഗ്രഹങ്ങളുണ്ട് അർജുനന്. അവര് മരിക്കരുത്, അവര് ജീവിക്കണം, അവര് എന്റെ വിജയം കാണാൻ ആൾക്കാർ വേണം. അജ്ഞാനത്തിലാണ് അർജുനൻ പോകുന്നത്. അജ്ഞാനത്തിന്റെ കാരണം എന്താണ്? പൂർണ്ണമായ ഇവിടെ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല. ഒരാള് എപ്പോഴാണോ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് അപ്പോഴാണ് ആ ആളുടെ എല്ലാ ഉത്കണ്ഠയും ഭയം എല്ലാം പോവുക, എല്ലാ അജ്ഞാനവും പോവുക. ഭഗവാനെ ശരണം പ്രാപിക്കണ 2ാമത്തെ അധ്യായത്തിലാണ് ആ ശരണം പ്രാപിക്കുന്നത്. സാധാരണ ശരണമല്ല, പൂർണ്ണ ശരണാഗതി എപ്പോഴാണ് ഒരാൾ പ്രാപിക്കുന്നത് ഭഗവാനെ, അപ്പൊ മാത്രാണ് എന്ത് ഈ ഭൗതിക, ഇതൊക്കെ ഭൗതികമാണ് അല്ലെ? ഈ ഉത്കണ്ഠ, ഭയം, ധർമ്മം, കുലധർമ്മം ഇതൊക്കെ ഇല്ലാണ്ടാവും, ഉണ്ടാവും, നഷ്ടപ്പെടും അല്ലെ? നമുക്കും അങ്ങനെയല്ലല്ലോ. നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെടും, ബന്ധുജനങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള ആകുലത അല്ലെ? എല്ലാവരും അതല്ലേ? അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ? നമ്മൾ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഞാനാണോ കാരണം? ഇങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞിട്ട് നമ്മൾ വിഷമിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? അജ്ഞാനം. പിന്നെന്താണ്? പൂർണ്ണമായ ശരണാഗതി ഭഗവാനില്ലാത്തത്. നമ്മുടെ എല്ലാ ഉത്കണ്ഠയ്ക്കും കാരണം എന്താണ്? എല്ലാ ഭയത്തിനും മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ളതാണ്. വേറെ മറ്റുള്ളവരൊന്നും കുറിച്ചിട്ടല്ല, നമ്മുടെ വേണ്ടപ്പെട്ടവർ അല്ലെ? നമ്മുടെ കൂടെയുള്ള ഭർത്താവ്, ഭാര്യ, അതേപോലെ മക്കള്, അച്ഛനമ്മ, സുഹൃത്തുക്കള്, അയൽപ്പക്കക്കാര് അല്ലെ? ഇവരൊക്കെ കുറിച്ചിട്ട് അതാണ് നമ്മുടെ എന്റെ, ഞാൻ എന്നുള്ള എന്റെ ബന്ധുജനങ്ങള് അല്ലെ? എന്റെ വസ്തുക്കള് ഇത് നഷ്ടപ്പെടും. ഇപ്പൊ അർജുനനും അതേ അവസ്ഥയാണ് അല്ലെ? ഇവരൊക്കെ നഷ്ടപ്പെടും. ഞാനാണോ ഇതിന് കാരണം? അവരൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഇങ്ങനെയൊക്കെ നമ്മളും പല തരത്തിൽ പോകുന്നുണ്ട് അല്ലെ? അവർക്ക് അസുഖം വന്നാലും ആയാലും എല്ലാ കാര്യത്തിലും ഈ ഉത്കണ്ഠയ്ക്കൊക്കെ കാരണം എന്താണ്? ഇതൊക്കെ ഇവിടൊക്കെ അർജുനൻ ഇപ്പൊ പറഞ്ഞത് ഒക്കെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഭൗതിക പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് അർജുനൻ ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളത്. മനസ്സിലായ? അപ്പൊ ആ ഒരു ജ്ഞാനം പിന്നെന്താണ്? പൂർണ്ണ ശരണാഗതി ഭഗവാനിൽ ഉണ്ടാവുമ്പോ മാത്രമാണ് ഇങ്ങനെയുള്ള എല്ലാ ആകുലതകളും പോയി അർജുനനെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് 2ാമത്തെ അധ്യായത്തിലുണ്ട് കയറ്റണം. വലിയൊരു ജ്ഞാനം കൊടുത്തിട്ട് അതാണ് ഈ 1ാമത്തെ അധ്യായം നമ്മൾ മനസ്സിലാക്കണം. നമ്മളും ഈ അവസ്ഥയിൽ നിന്ന് അടുത്ത പടിയിലേക്ക് വരണമെങ്കിൽ എന്താണ് അറിയേണ്ടത്? ആദ്യം വേണ്ടത് പൂർണ്ണ ശരണാഗതിയാണ്. അവിടെ കാണാൻ നമുക്ക് കഴിയും അല്ലെ? കാർപ്പണ്യദോഷം തുടങ്ങുന്നത് 7ാമത്തെ ശ്ലോകത്തിൽ അല്ലെ? പിന്നെ 11 തൊട്ടിട്ട് അവിടത്തെ പിന്നെ ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത് ഭഗവത്ഗീത അല്ലെ? അപ്പൊ അതാണ് ആദ്യം എന്ത് വേണം? പൂർണ്ണ ശരണാഗതി. അർജുനൻ പൂർണ്ണ ശരണാഗതി പ്രാപിച്ച് തുടങ്ങിയപ്പോഴാണ് ഭഗവത്ഗീതയുടെ ഉത്ഭവം തന്നെ. ആ ഗീതോപദേശം തുടങ്ങുന്നത് അപ്പോഴാണ്. മനസ്സിലായോ? അപ്പൊ 1ാമത്തെ അധ്യായത്തില് 2 സൈന്യ നിരീക്ഷണം നമുക്ക് കാണാൻ കഴിഞ്ഞു അല്ലെ? ഒന്ന് ദുര്യോധനന്റെ, ഒന്ന് അർജുനന്റെ. അർജുനന് ആകെ തളർന്നു, ഇല്ലാണ്ടായി, ഗാന്ധീവം ഒക്കെ ഉപേക്ഷിച്ചു
അപ്പൊ അതൊക്കെ എന്താണ് കാരണം? അർജുനൻ നിരത്തിയിട്ടുള്ള 5-6 കാരണങ്ങൾ എന്താണ്? പാപം, കുലനാശം, നരകത്തിലേക്ക് പോവും, അല്ലെങ്കിൽ ആസ്വാദനം നഷ്ടപ്പെടും. ഇവരില്ലെങ്കിൽ എനിക്ക് ആസ്വാദനം ഉണ്ടാവില്ല, അല്ലേ? ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഭൗതികമായിട്ടുള്ള കാരണങ്ങളാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ എല്ലാവർക്കും ദുഃഖത്തിലേക്കാണ്. നമ്മളെ തന്നെ ഇല്ലാണ്ടാക്കി. അർജുനനെ തന്നെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? പിന്നെ അത് കളിയാക്കാൻ ഒരിടം വരെയാണ് ചെയ്യാം. കൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് പോലും അർജുനൻ എങ്ങോട്ടാ പോലും സന്യാസത്തിലേക്കാണ് പോകുന്നത്. ഗാന്ധിയമോ ഒരു യുദ്ധം ചെയ്യാനുള്ള അവസ്ഥയായിരിക്കും. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലായില്ല. കാരണം എന്താണ്? ഇവിടെ അർജുനന്റെ ലെവലിൽ ഇപ്പൊ ഏത് തരാണ്? നമ്മളുടെ ഭൗതിക തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ശരണം പ്രാപിച്ചിട്ടില്ല. പൂർണ്ണ ശരണാഗതി വന്നാല് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ ശരണാഗതി വരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉത്കണ്ഠകള്, ആകുലതകള്, അത് എന്തുകൊണ്ടാണ്? ആ ഭഗവാനെ ശരണം പ്രാപിക്കുമ്പോ തന്നെ നമ്മുടെ അജ്ഞാനം നമ്മൾ നീക്കി തരൂല്ലേ ഭഗവാൻ? 2ാമത്തെ അധ്യായത്തില് നമ്മളെ കുറിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞു തരുന്നു. നമ്മള് ആത്മീയ തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരികയാണ്. ആത്മാവിനെ കുറിച്ചിട്ടാണ് 2ാമത്തെ അധ്യായത്തിൽ നമുക്ക് ആദ്യം തന്നെ ഭഗവാൻ തരുന്നതാണ്. ജീവിച്ചിരിക്കുന്നവരും മരിച്ച് പോണവരെയും കുറിച്ചിട്ട് ആരും, ബുദ്ധിയുള്ളവരാരും വിലപിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആത്മീയ തലത്തിലേക്ക് ഉയർത്തണം, നമ്മളെ ഉയർത്തണം. മനസ്സിലാവുന്നുണ്ടാ? അപ്പൊ പ്രശ്നങ്ങളുടെ കാരണം എന്താണ്? നമ്മളെ കുറിച്ച് അറിയുന്നില്ല, ഭഗവാനെ പൂർണ്ണ ശരണം പ്രാപിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. സമയമുണ്ട്, 12:30 വരെ സമയമുണ്ട്. അത് അത് 12:30 ഉള്ളൂ. 12:30 വരെ ക്ലാസ്സാ. ചുരുക്കി പറയാന്ന് പറഞ്ഞപ്പോ പിന്നെ 12:30 വരെ ക്ലാസ്സാണ്. മാതാജി പറഞ്ഞേ പറ്റൂ. പറയാൻ വിട്ടതൊക്കെ പറഞ്ഞു മതി. വ്യാസദേവന്റെ കുട്ടികളായതൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഭീഷ്മനെ ആർക്കും പെട്ടെന്നൊന്നും കൊല്ലാനൊന്നും പറ്റിയിട്ടില്ല, അല്ലെ? നമുക്കറിയാം ആരാരും ഭീഷ്മരെ എങ്ങനെയാണ് പിന്നെ കൊന്നത്. ശിഖണ്ഡിനെ മുന്നിൽ നിർത്തി. ശിഖണ്ഡി ആരുടെ മുൻജന്മത്തിലത്തെ ആരാണത്? അമ്പേണ് ശിഖണ്ഡിയായിട്ട് വന്നിട്ടുള്ളത്. അത് ഭീഷ്മര് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ആള് മുന്നിൽ വന്നാൽ മാത്രമാണ് എന്നെ തോൽപ്പിക്കാൻ, അല്ലാണ്ട് ഒരു കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഭീഷ്മര് പറഞ്ഞു. അല്ലല്ല, അത് ബാലിക്ക. പിന്നെന്താണ്? നമ്മുടെ ചിത്രവേദനും പിന്നെ ചിത്രാംഗതനും വിചിത്രവേദനും അവർക്കാണ്, അവരിലാണ് പിന്നെ ആരുണ്ടായത്? സത്യവതിയില് ഉണ്ടായ മക്കളാണ്, അല്ലെ? സത്യവതിയില് പിന്നെ അവർ 2ആളും മരിച്ചപ്പോഴാണ് സത്യവതി വ്യാസദേവനെ വിളിച്ചിട്ടാണ് അംബികയിലും അംബാലികയിലും ഉണ്ടായ മക്കളാണ്. ആര്? വ്യാസദേവനിലെ അംബിക അംബാലികയിൽ ഉണ്ടായ മക്കളാണ് ധൃതരാഷ്ട്രവും പാണ്ഡു, അല്ലേ? കാരണം ഇതാണ്, കുലം ഇല്ലാണ്ടാവും. പരാശര അത് പരാശരം എനിക്ക് ആദ്യത്തെ ഉണ്ടായതാണ് വ്യാസ മഹർഷി. പിന്നെ ഇത് സത്യവതിക്കും സത്യവതിയുടെ തന്നെ മോനാണല്ലോ. വിളിച്ചത് കുലം നശിച്ചു പോവില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വ്യാസന് അത് പോകുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോ അമ്മ വിളിച്ചാലും ഞാൻ വരാറുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ചിത്രാംഗനും വിചിത്രവേദിയും മരിച്ചു കഴിഞ്ഞു. ഒരാൾക്ക് അസുഖമായിട്ടും ഒരാൾക്ക് എന്തോ യുദ്ധത്തിൽ ഇറക്കാൻ തോന്നുന്നുണ്ട്. ഗന്ധർവനെയായിട്ട് എന്തോ ഒരു യുദ്ധത്തിലാണ് മരിച്ചത്. അങ്ങനെ കുലം നശിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യാസദേവനിൽ ഉണ്ടായതാണ് അംബിക അംബാലികയില്. പിന്നെ അവിടുത്തെ നമ്മുടെ വിദൂരനെ അവിടുത്തെ ദാസിപുത്രം, അല്ലേ? അപ്പൊ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. ഭീഷ്മരുടെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഭക്തനായിരുന്നു ഭഗവാന്റെ.
ഭഗവാൻ ആരെ കൊണ്ടും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധക്കളത്തിൽ ഞാൻ ആയുധം എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുദ്ധക്കളത്തില് ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആര്? ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ഭീഷ്മര് ഞാന് എന്താണ് ഇരുത്തിക്കും. അപ്പൊ അവിടെ പ്രത്യേകം ഭാഗവതത്തിൽ പറയുന്നത്, അത് ഭാഗവതത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അതിന്റെ ആ മാധുര്യം പറയുന്നത്. എന്താണ്? ഭീഷ്മര് ഒരു കാമുകന്മാരെങ്ങനെയാണോ അതേപോലെയാണ് നല്ല അമ്പെയ്തിട്ട് ആദ്യത്തെ 10 ദിവസം ഒന്നും ചെയ്യുന്നില്ല. അർജുനനും യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കുന്നില്ല ഭീഷ്മര് പാണ്ഡവർക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. ഭീഷ്മർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ, അത്രയും സ്നേഹമാണ് അവരോട്. അപ്പോഴാണ് ദുര്യോധനൻ പറഞ്ഞത് ഈ ഇങ്ങനെ പോവുകയാണെങ്കിൽ വിജയം കിട്ടില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പിറ്റേ ദിവസം നല്ല പൊലിഞ്ഞ പോരാട്ടാണ് ആദ്യ ഭീഷ്മര്. അങ്ങനെ ഭീഷ്മര് നന്നായിട്ട് പോരാടി അവസാനം കൃഷ്ണന്റെ മേല് വരെ അമ്പ് തുടങ്ങി, അമ്പ് തട്ടി തുടങ്ങി. അർജുനന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അമ്പ് എടുക്കാനേ പറ്റുന്നില്ല. അത്രയ്ക്കും തുര വന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണനെ ആകെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായിട്ടാണ് കൃഷ്ണൻ ആ തേരിൽ നിന്ന് എടുത്ത് ചാടി ആ ചക്രം എടുത്ത് പ്രയോഗിക്കാൻ പോണത്. എങ്ങനെയാണ് പറയുന്നത്? ഒരു കാമുകന്റെ അടുത്തേക്ക് കാമുകി റോസാപ്പൂവായിട്ട് പറഞ്ഞ പോലെ കൃഷ്ണൻ ഇങ്ങനെ ഓടി വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മദേവൻ ഇരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു ഓരോരുത്തരുടെ ഭാവം നോക്കില്ലേ, അത്രയും ആ ഒരു യുദ്ധത്തിലുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ, വില്ലാലി വീരനായിട്ടുള്ള ആ ഭാവം കാണാനാണ് ആരിയിരിക്കുന്നത്? ഭീഷ്മരിക്കുന്നത്. മനസ്സിലാവുണ്ട? അത്രയും സ്റ്റൈലുണ്ടല്ലോ കൃഷ്ണന്റെ ആ സ്റ്റൈല്. ഭീഷ്മര് കൃഷ്ണ ഒരു ആയുധം കൊടുക്കില്ലെന്ന്. പക്ഷെ ഭീഷ്മരുടെ സങ്കല്പത്തില് കൃഷ്ണൻ ഇങ്ങനെ യുദ്ധം ചെയ്യണ ആ വില്ലാളി വീരനായിട്ട് കാണുന്ന ഭാഗമാണ് ഭീഷ്മര് സ്വപ്നം കണ്ട് നടക്കുന്നത്. അത് കിട്ടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഭീഷ്മര് ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? നല്ല പോരാട്ടം. ആ പോരാട്ടത്തിലാണ് അവിടെ കൃഷ്ണൻ ആ തേരിന്റെ ചക്കട എടുത്തിട്ട് വീശ പോകണം നല്ലതില്. ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല എന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ അതിങ്ങനെ പോണ ചിത്രങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അതായിട്ട് ഇങ്ങനെ വരണ്ട് കാണുമ്പോണ്ടല്ലോ, അപ്പോഴാണ് ഭീഷ്മര് തൊഴുത്ത് നിൽക്കണം. അത് എന്തൊരു ഭംഗിയാ! ഇതാണ് കേശവ, മാധവ, ഗോവിന്ദ. ഈ ഒരു കാഴ്ച കാണാനാണ് ഞാൻ ഈ ചെയ്തത് എന്നുള്ള പോലെ. അത്രയും മുടിയൊക്കെ പാറി പൊടിപടലങ്ങളൊക്കെ മേലെ തട്ടിയുണ്ട്. കൃഷ്ണന്റെ മേലാകും പൊടിപടലങ്ങളും അമ്പേന്റെ ഇതും എല്ലാമായിട്ട് ആ ചക്രം എടുത്തിട്ട് ഓടി വരുന്ന കാണുമ്പോഴാണ് ഭീഷ്മര് നിക്കണത്. എല്ലാതോടെ വെച്ചു ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാന്നുള്ളത്. അപ്പൊ അത്രയും ഭക്തനായിരുന്നു, കൃഷ്ണന്റെ ഭക്തനായിരുന്നു. അതാണ് ഭീഷ്മദേവർക്ക് നല്ല ഗംഭീര സ്തുതിയൊക്കെ സ്തുതിക്കുന്നുണ്ട്. ഭീഷ്മസ്തുതി നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ആ ഭക്തനെ കൊണ്ടുവരികയാണ് ചെയ്തത് നമ്മുടെ ഭീഷ്മര്. അങ്ങനെ ഇതില് ശരശയ്യയിൽ കൊടുക്കുമ്പോ യുധിഷ്ഠിരനെ കൊണ്ട്, യുധിഷ്ഠിരൻ അതേപോലെ അർജുനന്റെ പോലെ എല്ലാവരും വെച്ച് എല്ലാം ഇതായിട്ടിരിക്കുന്ന നേരത്ത് യുധിഷ്ഠിരനും തളർന്നു. ഇവരൊന്നും ഇല്ലാണ്ട് ഞാൻ ചെയ്തത് കൊടുമ്പാബായിലെ എല്ലാവരും വെച്ച് പോയില്ലേ എന്നുള്ളതില്ല, അങ്കലാപ്പ് വന്നു. അപ്പൊ ഭീഷ്മരെ തളർന്ന് കിടക്കുന്ന സമയത്ത് ഭീഷ്മരുടെ അടുത്തേക്ക് കൃഷ്ണൻ പാണ്ഡവരൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ ഭീഷ്മരെ കൊണ്ട് ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്റെ ഭക്തനെ അവിടെ ഉയർത്തി കൊണ്ടുവരികയാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ യുധിഷ്ഠിരന് എല്ലാ രാജ്യം ഭരിക്കാനുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതേപോലെ വിഷ്ണു സഹസ്രനാമം അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഭഗവാനെ കുറിച്ചിട്ട് സ്തുതിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു ഭക്തനായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാല് ഹസ്തിനപുരം കൗരവരുടെ കൂടെ നിൽക്കേണ്ടി വന്നതാണ്. ആ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു ആജീവനാന്തം ഹസ്തിനപുരക്കാരൊപ്പം നിൽക്കാന്നുള്ളത് ഏത് അവസ്ഥയിലും. അപ്പൊ അതാണ് ഭീഷ്മയുടെ ഏതവസ്ഥയിലും ശപഥം വിടില്ല. അതവിടെ അധർമ്മത്തിനും കൂട്ടുനിന്നത്. അപ്പൊ അത് ചെറിയതായിട്ടായാലും അധർമ്മത്തിന് കൂട്ടുനിന്നത് കൊണ്ട് ഭഗവാൻ ആരായാലും അധർമ്മത്തിന് കൂട്ടുനിന്നവർക്ക് അതിൻ്റെതായ ശിക്ഷ കൊടുക്കും. അല്ലേ? നിയമലംഘനം ആർക്കും ആരും എന്നതൊന്നുമില്ല, ആർക്കും അതിന് കൊടുത്തേ പറ്റും.
അങ്ങനെയാണ് ആ ഒരു യുദ്ധത്തിൽ അവിടെ ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത്. അപ്പൊ അധർമ്മത്തിൽ കൂട്ടു നിന്നുണ്ടെങ്കിലും കൂടിയിട്ട് എന്റെ നല്ല ഭക്തനായിരുന്നു എന്നുള്ളത് കാണിച്ചു തരുന്നത്. മനസ്സിലാവുന്ന അപ്പൊ ചെറിയ ശിക്ഷകളൊക്കെ കിട്ടും നമുക്ക് ഇതേപോലെ അധർമ്മത്തിനൊക്കെ കൂട്ടു നിന്നാല്. പക്ഷെ ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും കൈവരില്ല. ഓക്കെ, കൃഷ്ണയ്ക്കിപ്പോ ചെറിയൊരു പോയിന്റ് അടുത്തതൊക്കെ നമുക്ക് ഭഗവത്ഗീതയില് ഇതൊന്നും ഇതിലില്ല. പക്ഷെ ഭീഷ്മനെ കുറിച്ചിട്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ഡൗട്ടുണ്ടെങ്കിൽ പറയാനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയമുണ്ട്. 12 ആയിട്ടില്ല. കറക്റ്റ് 12 സമയത്തിന് അത് കാരണം ഞാൻ എല്ലാണ്ടൊന്നും വേഗം പറയാം. 12 വരെ എല്ലാവർക്കും ടൈമുള്ളൂ. അത് നിങ്ങൾ റെഡിയാക്കണം. 12:17 ആയിട്ടുള്ളൂ. മതി, ഇത് ഫാസ്റ്റാ. കറക്റ്റ് 12:17 ആയിട്ടുള്ളൂ. ഇത് ഫാസ്റ്റാ. ആ ഡൗട്ട് ചോദിച്ചോ. ഭഗവാന് ഇങ്ങനെ യുദ്ധം ഒഴിവാക്കായിരുന്നു. പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ചെയ്തില്ല? ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ നോക്കിണ്ടായിരുന്നു. അല്ലേ? കൗരവരുടെ അടുത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ദൂതനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ പറഞ്ഞു ഒരു മുട്ടു സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്നുള്ളത്. പിന്നെ ഭഗവാൻ നോക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മനസ്സിലാവില്ല. വലിയൊരു മഹാഭാരതം എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ഇത് ആരുടെയാണ്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആരാണ്? എല്ലാം അവിടെ അറേഞ്ച് ചെയ്തത് ആരാണ്? ആളുള്ളില് എല്ലാം ചെയ്യിപ്പിച്ചതാണതൊക്കെ. പക്ഷെ അവർക്ക് അത് അറിയണില്ല. അതിനെ അഭിനയിക്കുമ്പോ അവർക്ക് അറിയണില്ല എന്ന് മാത്രം. അവിടെ ഒരു കർട്ടൻ അവിടെ ഭഗവാൻ ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെയാണ് ഇത് ഭഗവത്ഗീതയുടെ മഹഗ്രന്ഥം കിട്ടാനാണ്. ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ അവിടെ യുദ്ധം നടന്നത്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ യുദ്ധക്കളത്തിൽ മരിച്ചു പോയവരും ആരും എല്ലാവരും മോക്ഷപ്രാപ്തിയാണ്. ഭഗവാനെ കണ്ട് ഭഗവാന്റെ സാന്നിധ്യത്തിൽ മരിച്ചത് കൊണ്ട് തന്നെ അവരൊക്കെ മോക്ഷപ്രാപ്തരായി. മനസ്സിലായ? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാന്ധാരി കണ്ണ് കെട്ടി നടന്നില്ലായിരുന്നെങ്കിൽ മക്കളെ വഴി പഠിച്ചില്ലാന്ന്. അപ്പൊ യുദ്ധം ഉണ്ടായിരുന്നില്ലാന്ന്. ശരി, മക്കള് വഴി പഠിച്ചോണ്ടാണ് യുദ്ധം ഉണ്ടായത്. ഇത് പാണ്ഡവരും ഗൗരവനും തന്നെ തമ്മിൽ. ഭർത്താവിന് കണ്ണ് കാണില്ല, ഭാര്യ. അതേപോലെ തന്നെ നമുക്കിവിടെ അർജുനനെ എന്താണ് എല്ലാ ഇത് അറിയാം. അറിവില്ലാത്ത ആളോ ഒരു കഴിവില്ലാത്ത ആളൊന്നല്ല. അവിടെ ആ ചെറിയ കത്തൻ അജ്ഞാനം വന്നതൊക്കെ ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. രണ്ട് കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഭഗവാന്റെ ഇച്ഛ, ഒന്ന് ഭഗവാന്റെ കാരുണ്യം. കാരുണ്യം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീതയ്ക്ക്. അമ്മമാര് മക്കളെ ചെയ്താല് ഇങ്ങനെ കണ്ടില്ലാന്ന് വിചാരിക്കരുത്. ധൃതരാഷ്ട്രം പോലെ വൈഫും ഭാര്യയും കണ്ണ് കെട്ടി നിർന്നല്ല പറയുന്നത്. ശരിക്കും അങ്ങനെ പാടില്ലാന്ന്. അവർക്ക് കണ്ണായിട്ട് നിർത്തണം. അതാണ് ഫസ്റ്റ് അവിടെ സംഭവിച്ചതെന്നാ പറയുന്നത്. എന്തായാലും അവിടെ നടന്നത് കംപ്ലീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്യന്തികമായിട്ട് ധർമ്മം പുനഃസ്ഥാപിക്കണം. അധർമ്മത്തിന്റെ പാതയിലുള്ളവർക്കൊക്കെ ഭഗവാന്റെ ഒരു നിയമമുണ്ട്. അത് തെറ്റിച്ച് നടന്നുള്ളവർക്കൊക്കെ എന്തായാലും ശിക്ഷ എന്തായാലും കിട്ടും. നമ്മളത് അറിയണില്ല എന്ന് മാത്രം. ചെറിയ കാര്യവും അധർമ്മത്തിന്റെ കൂട്ടിലൂടെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ ശിക്ഷ ഉറപ്പാണ്. പിന്നെ ആത്യന്തികമായി പരമാർത്ഥം നമ്മൾ അറിയണം എന്നുള്ളത്. ഈ ഭൗതിക കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പിന്നെ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവത്ഗീത എന്ന മഹൽ ഗ്രന്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഗ്രന്ഥം കിട്ടണ്ടേ, തരണ്ടേ? അതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണ്ടേ? അല്ലാണ്ട് ഇതാ ഈ ബുക്ക് വായിച്ചോളം പറഞ്ഞാൽ ആരെങ്കിലും വായിക്കോ? ഇതിനൊരു അത് വേണ്ടേ? അതിനാണ് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ അതിന് ഓരോരോ കഥാപാത്രങ്ങളായിട്ട് ഓരോരുത്തരും ആ റോൾ അഭിനയിച്ചു.
ആ നാടകത്തിൽ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്ത് അവർ നന്നായി അഭിനയിച്ചു കഴിഞ്ഞു. എല്ലാവരും മോശം തോന്നി ഭഗവാൻ. ഭഗവാന്റെ ഇച്ഛയാണ് നടന്നുള്ളത് കംപ്ലീറ്റ്. അതാണ് പറയുന്നത്, എപ്പോഴും ഒന്ന് ഭഗവാന്റെ ഇച്ഛ, അത് ഭഗവാന്റെ കാരുണ്യം. ഭഗവത്ഗീത നമുക്ക് തന്നിട്ടുള്ള ഭഗവത്ഗീത, ആ മഹാഭാരത യുദ്ധം ഭഗവാന്റെ ഇച്ഛയാണ്. പിന്നെ ഭഗവത്ഗീത അല്ല, മഹാഭാരത യുദ്ധം നടന്നത് ഭഗവാന്റെ ഇച്ഛ. ഭഗവത്ഗീത ആയിട്ട് നമുക്ക് ഭഗവാന്റെ വചനങ്ങൾ തന്നത് ഭഗവാന്റെ മഹാകാരുണ്യം. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, മണ്ണിന്റെ ഓക്കെ. അപ്പൊ രണ്ട് കാര്യമാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഭഗവാന്റെ ഇച്ഛ, ഒപ്പം ഭഗവാന്റെ മഹാകാരുണ്യം. കാരുണ്യത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ സറണ്ടർ ചെയ്യുക. പൂർണ്ണ സറണ്ടറിങ് വരുമ്പോഴാണ് ഭഗവാന്റെ കാരുണ്യം. എന്ത് എല്ലാം ഇങ്ങനെ നഷ്ടപ്പെടുന്ന പോലെയൊക്കെ തോന്നുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ചെയ്യും. അപ്പോഴും എന്താണ് അവിടെ ഭഗവാന്റെ കാരുണ്യം കാണാൻ പറ്റണ്ടേ നമുക്ക്? അല്ലെങ്കിൽ ആദ്യം എല്ലാവരും ഇത്തറിന് പോവും അല്ലേ? ഇത്തറിന് പോണത് എന്തുകൊണ്ടാണ്? ഭക്തിയിൽ വന്നു, ഭഗവാനെ ആശ്രയിച്ചു, നാമം ജപിച്ചു തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ആ ഇത്തറിന് പോണത് എന്തുകൊണ്ടാണ്? കാരുണ്യം മനസ്സിലാവാത്ത. ആ പൂർണ്ണ ശരണാഗതി വന്നിട്ടില്ല. പൂർണ്ണ എന്ത് വന്നാലും കൃഷ്ണാണ്, ഞാൻ ഇതില്ല. അതുകൊണ്ടാണ് അർജുനൻ അവസാനം പറഞ്ഞതെല്ലാം അതേപോലെ അർജുനൻ കേട്ട പോലെ ഭഗവത്ഗീത കേട്ടു. ധൃതരാഷ്ട്രവും കേട്ടു. ധൃതരാഷ്ട്രക്ക് ഒരു മാറ്റം ഉണ്ടായില്ല അല്ലേ? അർജുനൻ കേട്ട പോലെ കേട്ടപ്പോ എന്തുണ്ടായത്? എന്താണ് പറഞ്ഞത്? കരിഷ്യേ വചനന്തവ, അങ്ങ് പറയുന്ന പോലെ ജീവിക്കുക. ഭഗവാൻ പറയണ പോലെ നമ്മള് ജീവിച്ച് ആ ഭഗവാന്റെ സന്ദേശങ്ങൾ, ആ തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ട് ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമാണ് ഭഗവാന്റെ കാരുണ്യം മനസ്സിലാവാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രശ്നം എനിക്ക് തന്നത് അങ്ങയെ സമീപിക്കാനായിരുന്നോ? മനസ്സിലായ? അങ്ങയിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നുള്ളത് തോന്നണ്ടേ? അല്ലെങ്കിൽ നമ്മളെന്താണ് അവര് കാരണം ഇവര് കാരണം നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഇവർക്കൊക്കെ നമ്മൾ കൊടുക്കും, വിരിക്കും അല്ലെ? ആ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെയായി, ഇവര് കാരണം ഇങ്ങനെയായി എന്നൊക്കെ പറയും. ഇതിന്റെ ഒക്കെ പിന്നില് ഭഗവാനിലേക്ക് നമ്മള് അടുക്കണം. ഭഗവത് സാക്ഷാത്കാരം, ഈ ശരീരം തന്നതിന്റെ ഒക്കെ പരിപൂർണത എന്ത് വേണം? ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിക്ക് തിരിച്ചു പോവാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഇവിടെ എല്ലാതും വിരക്തി വരണം, വൈരാഗ്യം വരണം. അപ്പൊ അത് ജ്ഞാനമൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ കാരുണ്യം. ഈ രണ്ട് കാര്യം മനസ്സിലാക്കണം. എന്തോ ഭഗവാന്റെ ഇച്ഛ നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഭഗവാന്റെ എന്തോ ഇച്ഛ നടക്കുന്നുണ്ട്. ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് എന്തോ ഇച്ഛ നടക്കുന്നുണ്ട്. അതേപോലെ ഇത് ഭഗവാന്റെ കാരുണ്യാണ്, എന്നോടുള്ള കാരുണ്യാണെന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കി കിട്ടണ്ടേ? ആ ഒരു തോന്നലില് നമ്മൾ ആകെ അങ്കലാപ്പായിട്ട് അർജുനും പോയ പോലെ പറയലും ഭയവും, എവിടേക്കാ ഓടുന്നത്? ആ ദൈവങ്ങളെ, ഈ ദൈവങ്ങളെ, ആ പൂജ, ഈ പൂജ, എല്ലാം ഓടിയിട്ട് ഒരു ശരണവും കിട്ടാത്ത ഒരവസ്ഥയില് എന്താ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യും, ലഹരിക്ക് അടങ്ങപ്പെടും. ഇങ്ങനെയൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു മാർഗത്തിലേക്ക് വന്നില്ലെങ്കിൽ പോയി കാര്യമല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ചുറ്റും മനസ്സിലാക്കാനുള്ള പാഠങ്ങൾ തരുന്നുണ്ട്. ചിലര് ചിലവര് കണ്ടിട്ടും മനസ്സിലാവുന്നില്ല. നമ്മുടെ പൂർണ്ണാലം പറയുന്ന പോലെ ചിലർക്ക് കണ്ടാലും അറിയില്ല അല്ലേ? കണ്ടാലും കൊണ്ടാലും അറിയണില്ല. അപ്പൊ അതാണ് പറയുന്നത്, എത്ര കിട്ടിയാലും പഠിക്കാത്തവരുണ്ട്. വീണ്ടും വീണ്ടും ഭൗതികതയില് മുങ്ങിത്താന്ന് പോകുന്നതുണ്ട്. അതൊക്കെ പൂർണ്ണാലം കറക്റ്റ് പറഞ്ഞിരുന്നുണ്ട്. കണ്ടാലൊട്ട് അറിയുന്നു ചിലരുണ്ട്, അപ്പൊ ആ ഒരു തിരിച്ചറിവ് തരാനാണ് ഈ മനുഷ്യജന്മത്തിൽ മാത്രമല്ല ഇരുന്നാലാണ് നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടുക. എന്തിനാണ് ഈ ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്നത്? എന്താണ് ഇതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള കാരണം? എന്താണ് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ചിന്തിക്കണമെങ്കിൽ തിരിച്ചറിവ് എവിടെ ഇരുന്നാലേ പറ്റുക? മറ്റുള്ള പൂച്ചയുടെയും പട്ടിയുടെയും മറ്റു മൃഗ സസ്യ ഒന്നിലും ഇരുന്നാൽ പറ്റില്ല. ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നാലാണ് ഈ വിവേചനം നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു വേറിട്ടുള്ള ഒരു ചിന്ത വരണമെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇരുന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ചിന്ത ചിന്തിച്ചിട്ട് ഇതിനെ തിരിച്ചുവിട്ട് പൂർണ്ണ ശരണാഗതി അർജുനൻ പ്രാപിച്ച പോലെ പ്രാപിക്കുക. അപ്പൊ എന്തുണ്ടായി? വിജയമുണ്ടായി.
ഇവിടെ തന്നെ വേണം ഈ വിജയം നമുക്ക് കിട്ടണം അല്ലേ? എന്ത് വിജയാണ്? ഈ ആകുലതയിൽ നിന്നും ഭയത്തിൽ നിന്നുള്ള വിജയം, അതിലാണ് എല്ലാവരും കുടുങ്ങിയിരിക്കുന്നത് അല്ലേ? ഇത് സമാധാനം. ആളുകളെന്ന് വിചാരിക്കുന്ന വിജയം ഭൗതിക നേട്ടാണ്. ഭൗതിക നേട്ടമല്ല. ഭൗതികതയിൽ എന്ത് നേടിയാലും ഒരിക്കൽ എന്തായാലും നഷ്ടപ്പെടും. എല്ലാം അതും നഷ്ടപ്പെടും അല്ലേ? എല്ലാം ഇട്ടെറിഞ്ഞു പോണം. ഇപ്പൊ ആളും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഒരാളെ വെച്ചാൽ ശരിയാ. എന്തൊക്കെ ഉണ്ടായാലും അവസാനം ഇതേപോലെയുള്ള അവസ്ഥകളിലേക്കാണ് എത്തിപ്പോകുന്നത്. ഇപ്പൊ ഭൗതികതയിൽ എന്ത് നേടിയാലും എന്താണ് നഷ്ടപ്പെടും. എല്ലാം എങ്ങനെ നഷ്ടപ്പെട്ടാലും അവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടായിരുന്നു. കാരണം പട്ടിണി നടന്നിട്ട് ദിവസവും പണിക്ക് പോയിട്ട് വരുന്നവര്, അന്ന് കലത്തിലിട്ട് വെച്ചിട്ട് കഴിക്കുന്നവര്, അവര് ചെയ്യുന്നില്ല. അതാണ് അവരുടെ എങ്ങനെ ഇതായാലും പട്ടിണിയായാലും ഉയർന്ന ലെവലായാലും ഭഗവാനെ ആശ്രയിച്ചില്ലെങ്കിൽ അതാണ് അവിടെ പട്ടിണിയൊന്നുമില്ല. അവർക്കും ചിന്താഗതി, അവർക്ക് ചിന്ത ഭൗതികം തന്നെയാണ്. അവരങ്ങനെയൊന്നും ചെയ്യാണ്ട് പോണേ. പട്ടിണിയായാലും ഭഗവത് ചിന്ത വരണമെന്നില്ല മാതാജി. അവർക്ക് ചിന്ത മുഴുവൻ ഞാൻ എങ്ങനെ എത്ര പണക്കാരൻ എങ്ങനെ ആവണം എന്നാണ് അവൻ ചിന്തിക്കുന്നത്. പണക്കാരനാവണം എന്നുള്ള ചിന്തയാവും. അവര് നിവൃത്തികോടുകൊണ്ട് അങ്ങനെ പത്നിയിൽ പോകുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ അവരുടെ ചിന്ത കൃഷ്ണാവബോധത്തിലാണ്. ഭഗവത് ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. പട്ടിണിക്കാരായാലും അല്ല, ചെയ്യുന്നുണ്ട്. പ്രാരാബ്ധം കാരണം എത്രയോ പേര് ജീവനൊടുക്കി കുടുംബത്തോടെ ജീവനൊടുക്കുന്നുണ്ട്. ഭഗവത് ചിന്ത ഉണ്ടാവില്ലല്ലോ. ഭഗവാനെ കുറിച്ചുള്ള ചിന്തയല്ലേ. അതന്നെ ഭഗവത് ചിന്ത വേണം. നമ്മളെന്തെങ്കിലും ഇൻവോൾവ് ആവണമെന്നല്ലേ പറയുക. എന്തിലെങ്കിലും ഇൻവോൾവ് ആയിട്ട് കാര്യമില്ല. ഭഗവാന്റെ കാര്യത്തിൽ തന്നെ അടുക്ക ഇൻവോൾവ് ആവണമെന്നല്ലേ പറയുക. ശരിക്കും അവിടെ എന്നെ രക്ഷിക്കണം. സുഹൃത്തം വേണം മാതാജി. അതാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന കാര്യമല്ല. വളരെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അല്ലേ? കുറച്ച് പേർക്കൊക്കെ മാത്രമാണ് ഇത് കേൾക്കാനും അറിയാനും ഭഗവത്ഗീത ഭാഗവതമൊക്കെ പഠിക്കാൻ വരാനും സത്സംഗത്തിൽ ഏർപ്പെടാനൊക്കെ ഭാഗ്യം ഉണ്ടാവുന്ന ഭഗവാന്റെ തന്നെ സ്പെഷ്യൽ മേഴ്സിയുള്ളവർക്ക് മാത്രമാണ്. അപ്പൊ അത് നമ്മൾ മാക്സിമം നന്നായി യൂസ് ചെയ്യുക. ഈ ഒരു അവസരത്തില് ഒട്ടും സമയമില്ല, സമയം ഒരുപാട് ഉണ്ടെന്നുള്ള ഒരു ഭാവത്തിൽ ആരും ഇരിക്കേണ്ട. ഒട്ടും നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണെന്നുള്ളതിൽ തന്നെ നമ്മൾ ഭക്തിയുത ഭഗവത് സേവനങ്ങൾ ചെയ്യാം. ഓക്കെ, ഭക്തന്മാരും മരിക്കും, അതായത് നമ്മളും മരിക്കും. നമ്മളെ സ്ഥായിയായിട്ടോടെ ഇരിക്കാനൊന്നും പോണില്ല. അതുകൊണ്ട്